മൊത്തം പ്രസംഗത്തിൻ്റെ എസെൻസാണ് ഈ പറയുന്നത്. ഇത് മറക്കരുത്. അതിപ്പം തിരിച്ച് വീണ്ടും അവിടേക്ക് തിരിച്ചു പോകണം. വണ്ടിയെടുത്ത് തിരിച്ചു പോകുമ്പം അവിടേക്ക് മടങ്ങണം, എന്നാൽ മുതലാവും. മദീനയിലേക്ക് പോകാൻ നിനക്ക് ബാധ്യതയുണ്ട്. ബഗ്ദാദിൽ പോകാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയെ സിയാർത്ത് ചെയ്യാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ബാധ്യതയല്ലേ? ഉണ്ട്. അതെന്താണ്? അത് നീ കണ്ടെത്തണം. മദീനയിൽ പോകാൻ നിനക്ക് ബാധ്യതയുണ്ട്. മൊറോക്കോയിലെ ഫാസിൽ പോയി ഷെയ്ഖുൽ മശായിഖ് അഹമ്മദ് ജാൻ തങ്ങളെ സിയാർത്ത് ചെയ്യാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ബാധ്യതയല്ലേ? ഉണ്ട്. അത് നീ കണ്ടെത്തണം. മൊത്തം കണ്ടെത്തലിൻ്റെ മൊത്തം കീമിയാവു സഅദ് ഞാൻ പറഞ്ഞുതരാം, എളുപ്പം പറഞ്ഞുതരാം. നിങ്ങളോട് ആലോചിക്കാൻ വിട്ടാൽ ഇന്നത്തെ പണി ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് ഉത്തരം കിട്ടില്ല. വേഗം പറഞ്ഞുതരാം. എന്താ ബാധ്യത? അവരൊക്കെ ആരാ? അവരും നീയും തമ്മിലുള്ള ബന്ധം എന്ത്? അവരും നീയും തമ്മിലുള്ള ബന്ധം എന്ത്? അവരും നീയും തമ്മിൽ തലക്ക് കൊടുക്ക്. അവരും നീയും തമ്മിലുള്ള ബന്ധം എന്ത്? മമ്പർത്ത തങ്ങളും നീയും തമ്മിലുള്ള ബന്ധം എന്ത്? മമ്പർത്ത തങ്ങൾ ഒരു ഉദാഹരണം, തിജാൻ തങ്ങൾ വേറൊരു ഉദാഹരണം. ചില അവിടെ പോവും, ചില ഇവിടെ പോവും, ചില ബഗ്ദാദിൽ പോവും, ചിലര് ഫഖീൽ മുഖദ്ദമിനെ കാണാൻ വേണ്ടി റിബാത്തിലേക്ക് പോകും. ഒമാനി ഞാനും പോയിട്ടുണ്ട്, ബഗ്ദാദിലും പോയിട്ടുണ്ട്, മമ്പർത്തും പോയിട്ടുണ്ട്, സിയമൽ അവിടെയും പോവും. എന്താണ് നീയും ഇവരും തമ്മിലുള്ള ബന്ധം? ഇവരുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഇവരുടെ പേര് ഹദീസിലും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നീ ഇവരെ തേടിപ്പോകുന്നു? നിന്റെ പ്രശ്നം തീരാനാണ് എന്നത് വിഡ്ഢിയുടെ മറുപടിയാണ്. വിഡ്ഢി പറയും, നിന്റെ പ്രശ്നം തീർത്ത് തരുന്നത് മുഹദ്ദീൻ ശൈഖ് അല്ല. അങ്ങനെ നീ വിശ്വസിച്ചാൽ നീ മുശ്രിക്കാണ്. പക്ഷേ ഈ മനുഷ്യൻ ഒരു നാട്ടക്കുറ്റിയാണ്. ഈ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ്. ഈ മനുഷ്യരൊക്കെ മാനദണ്ഡം. 2007 അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ കൂഫി തങ്ങളുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ പോയി, കുറച്ചാളുകൾ കൂടെയുണ്ട്. മഖ്ബറ കണ്ടു. അവിടെ പോലീസ് സമ്മതിച്ചില്ല. പോലീസ് ബഗ്ദാദിൽ നിന്ന് കലാപം നടക്കുന്ന സമയം പോലീസ് സമ്മതിച്ചില്ല, പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാവുന്നതിൽ പരമാവധി പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരികയാണ്, അബൂ ഹനീഫയെ സിയാറത്ത് ചെയ്യാൻ വരികയാണ്, റളിയല്ലാഹു അൻഹു. അത് വെച്ചില്ല. ഇവിടെ കലാപം നടക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇന്ത്യൻ എംബസിയോട് ഉത്തരവാദിത്തം പറയേണ്ടത് ഞങ്ങളാണ്. ഇവിടെ കലാപം നടക്കുകയാണ്, അവിടെ കലാപകാരികളുടെ കുറച്ച് ഏരിയ അവിടെയുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. കരിഞ്ഞ് കാലിൽ പിടിച്ചിട്ടെന്ന് പറയും പോലെ പോലീസ് വിട്ടില്ല, കരിഞ്ഞ് മടങ്ങിപ്പോകുന്നു. എന്തുകൊണ്ട്? എന്തോ ഒന്നുണ്ടല്ലോ. അബൂ ഹനീഫ നിന്റെ അമ്മോശാക്കല്ലല്ലോ, അബൂ ഹനീഫ നിന്റെ മൂത്താപ്പിയല്ലല്ലോ, പിന്നെ എന്തേ നീ കരിഞ്ഞ്? ആ കടം തീർക്കാൻ വേണ്ടി പിന്നെ 2009 പോയി കരിഞ്ഞോട് സിയാറത്ത് ചെയ്തു. ആ കടം തീർക്കാൻ വീണ്ടും പോയി 2009. എൻ്റെ വന്നിട്ട് വേദന തീർന്നില്ല, 2 കൊല്ലം വേദന. എന്തുകൊണ്ട്? കാണുന്നുണ്ട് അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ കൂഫിയുടെ മഖ്ബറ, പക്ഷെ പോലീസ് സമ്മതിക്കൂല, പോലീസ് അങ്ങോട്ട് കിടക്കാൻ സമ്മതിക്കൂല. പിന്നെ ആ മനസ്സിൻ്റെ വേദന മാറുന്നത് 2009 സിയാറത്ത് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എന്തോന്നുണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഇടപാടുമില്ലല്ലോ, നമ്മളെ മൂത്താപ്പയല്ലല്ലോ, നമ്മളെ ഭാര്യയുടെ വാപ്പയല്ലല്ലോ. പിന്നെന്താ? ഇവരും നബിയും തമ്മിലുള്ള ബന്ധം, ഇവരെല്ലാം അൽഫായിസൂന ബില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ച ആളുകളാണ്. ബസ്, അതല്ലാത്ത ഒരു ബന്ധവും ഇവരും നീയും ഇവരും ഞാനും തമ്മിൽ ഇല്ല. ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. എന്ത് ബന്ധം? വളരെ വളരെ തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല തുറക്ക്. ഒറ്റ വിഷയമുള്ളൂ.
അല്ലാഹ്. അവിടെ നീ വിജയിച്ചാൽ അവർ ഇങ്ങോട്ട് വരും. നീ വിജയിച്ച ഇവിടെ പ്രശ്നം ഒറ്റയുള്ളൂ, നീ ഇപ്പോഴും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ചിട്ടില്ല. വിജയിച്ചാൽ അവരെല്ലാ രാത്രി ഇവിടെ വരും. അബൂ ഹമദ് ഗസാലിയുടെ അദ്ദുറത്തുൽ ഫാഖിറ വ ദഖീറത്തുൽ ഷാക്കിറ എന്നൊരു കിതാബുണ്ട്. 1987 ഞാൻ ആ കിതാബ് ദൈവബന്ധിലെ ലൈബ്രറിയിൽ നോക്കിയതാണ്. 1987 ആ കിതാബിൽ ഇമാം ഗസാലി പറയുന്ന വർത്താനുണ്ട്. എന്ത്? മിക്കവാറും രാത്രി എൻ്റെ വീട്ടിൽ റസൂൽ വരാറുണ്ട്. റസൂലിനേക്കാൾ വലിയ ആളായിട്ടല്ല ഗസാലി, അതിൻ്റെ ദീനിൻ്റെ ഒരു കുട്ടിയാണ്, അതിൻ്റെ റബ്ബിനെ തേടുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോകണം. ആര് വിചാരിക്കും? റസൂൽ വിചാരിക്കും. എൻ്റെ വീട്ടിൽ രാത്രിയായാൽ മിക്കവാറും രാത്രികളിൽ റസൂൽ വരും, സിദ്ദീഖ് വരും, ഫാറൂഖ് വരും, ഉസ്മാൻ വരും, അലി വരും, റളിയല്ലാഹു അൻഹും, അവരൊക്കെ വരും. എൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വരും. നീ ഓടേണ്ടത് അള്ളാഹിൻ്റെ അടുത്തേക്കാണ്. അവരെ നീ അവലംബിക്കാണ് വേണ്ടത്. നിൻ്റെ പ്രശ്നം തീർക്കാൻ അവർക്ക് കഴിയില്ല ഒരിക്കലും. ഇതിനാണ് സുന്നി അറിയാം. പക്ഷേ അവർ നീ അവലംബിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൻസർ ഞാമീൻ പറയും, അവരും നീയും ഒരുപോലെയല്ല. ചില വിഡ്ഢികൾ പറയും നമ്മളും അവരൊക്കെ ഒരുപോലെയല്ലേ. അല്ല, അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ചവരും നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിക്കാത്തവരുമാണ്. അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. അങ്ങനെ നമ്മൾ വിജയിച്ചവർ